ഇനി അഗ്നിശമന സേന ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെ ഒരു ജീവൻ പൊലിയേണ്ടതുണ്ടോ? ഇന്നലെ രാവിലെ പറവാങ്കുടി വഴി പോകുമ്പോഴാണ് അതിനു മുമ്പത്തെ ദിവസം ഉണ്ടായ KSRTC ബസ് അപകടവും അതിന്റെ ഗ്ലാസ് റോഡിൽ ചിതറിക്കിടക്കുന്നത് കാരണം 3-4 ബൈക്ക് യാത്രികർ മറിഞ്ഞു വീഴുകയും ചിലരൊക്കെ വീഴാതെ കഷ്ടിച്ച് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സംഭവം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അടിയന്തരമായ ഒരു ഇടപെടൽ ആവശ്യമായതുകൊണ്ട് തന്നെ ഞാൻ ചെങ്ങന്നൂരുള്ള ഫയർ സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിച്ചു. അവിടെ വാഹനത്തിന്റെ അസൗകര്യമുണ്ട്, എന്നാലും വാഹനം റെഡിയായാൽ ഉടനെ വന്നത് വൃത്തിയാക്കിക്കൊള്ളാമെന്ന് അവിടുന്ന് അറിയിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെയും കൂടി ആള് വേണം. പറയട്ടെ, ഇപ്പൊ നമ്മുടെ രണ്ട് വണ്ടിയും 2 കോളിനായിട്ട് പോയിരിക്കുകയാണ്. വണ്ടിയെല്ലാം പോയിരിക്കുകയാണ്. അനുസരിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് വരാം. ദൗർഭാഗ്യം എന്ന് തന്നെ പറയട്ടെ, വൈകിട്ട് 6:30 കഴിഞ്ഞ് പ്രാവങ്കോട് വഴി തിരിച്ചു വരുമ്പോഴും ഈ ഗ്ലാസ് എല്ലാം അവിടെ തന്നെ കിടക്കുകയാണ്. എൻ്റെ വീഡിയോയുടെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ എനിക്ക് പലരും കോൾ ചെയ്തും അതുപോലെ വാട്സപ്പിലും പലരും മെസ്സേജ് അയച്ചിരിക്കുന്നു. അതിലൊരു യാതൊരു നടപടിയും ഉണ്ടായില്ലല്ലോ, ആൾക്കാർ പിന്നെയും അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണല്ലോ എന്ന്. ഇനി അഗ്നിശമന സേന ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെ ഒരു ജീവൻ പൊലിയേണ്ടതുണ്ടോ? അതിനൊരാളെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സിലാത്തത് കൊണ്ട് തന്നെ 17 വെട്ടുകൊണ്ട് കിടക്കുന്ന എമ്പുരാനേക്കാൾ ക്ഷീണത്തിൽ കിടക്കുന്ന നമ്മുടെ സർക്കാർ വകുപ്പുകൾ തൽക്കാലം അവിടെ വിശ്രമിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നാൽ ഈ വിഷയം ഒന്ന് തമ്പുരാനോട് പറഞ്ഞു കളയാം എന്ന് കരുതി പള്ളിമുറ്റത്ത് പോയി പള്ളിമുറ്റത്ത് വിടുന്ന കുട്ടികളെയും കൂട്ടി സ്വന്തം നിലയ്ക്ക് ഇനി ഒന്ന് ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കാര്യങ്ങളെല്ലാം വളരെ ദ്രുതഗതിയിൽ നടന്നു. എന്തായാലും സന്ധ്യ മയങ്ങിയപ്പോഴത്തേക്കിന് ജോലിയും തീർത്ത് ഞങ്ങൾ സാവധാനം ഇവിടെ നിന്ന് മടങ്ങി. എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ, നമുക്ക് സ്വന്തം നിലയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ രക്ഷപ്പെട്ടുകൊള്ളുക. കാരണം നമ്മുടെ വകുപ്പ് തല നടപടികളൊക്കെ നടപടിയായി വരണമെങ്കിൽ തന്നെ കാലതാമസം ഉണ്ടാകും എന്ന സത്യം നിങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു വീഡിയോ ഇപ്പോൾ ഇവിടെ ഇടുന്നത്.